വെറും 72 ദിവസം കൊണ്ട് നമ്മുടെ വീട്ടിൽ അങ്ങനെ ഉള്ളി കൃഷി ചെയ്യാം. നോണയാണെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള നാളികേരം വീണിട്ട് എൻ്റെ തലയിൽ വീണ് ഞാൻ ചത്തുപോയിക്കോട്ടെ എന്ന് പറയും. അപ്പോൾ അടുക്കള തോട്ടത്തിൽ വീട്ടമ്മമാർക്കുള്ള പങ്ക് നമ്മൾ കണ്ടെത്തിയല്ലോ. ഭീമനും ചന്തും ഗോവിന്ദൻകുട്ടിയൊക്കെ തോറ്റവരാണ്. ഇതൊരു പരീക്ഷണം ആണ് കേട്ടോ. ഇവിടെ വിശക്കുന്നു. കോഴിമുട്ട പുഴിയുന്നുണ്ട് എൻ്റെ മറ്റേ കാണിച്ചു കൊടുത്തിട്ട് പറിച്ചു കളയാൻ പോണോ? പിടിച്ച് വലിക്കാൻ പോവല്ല അപ്പളത്തേക്ക് അതിന്റെ വല്ലതൊക്കെ എടുക്കണ്ടെങ്കിലേ ഇവിടെ ഇട്ടിട്ട് മണ്ണായിട്ട് മിക്സ് ചെയ്ത് ആ മണ്ണിൽ നിറച്ചാ പോരാ ചേട്ടാ. അപ്പൊ ഇതൊന്നും നീ വലിച്ചെടുത്ത് എന്നിട്ട് തന്നെ അതിന്റെ ഉള്ളിൽ കൊണ്ടേ കൈയിട്. നമ്മളിന്ന് ഒരു വലിയൊരു പാതകം ചെയ്യാൻ പോവാണ്. ഞാൻ ഈ പാതകം ചെയ്യാൻ മോളിൽ നാളികേരം വേണ്ടോന്നൊക്കെ ആയിരുന്നു. നിനക്ക് മനസ്സിലായി എന്തുട്ടാന്ന്? ഇതിന്റെ തടം കണ്ടാ നോക്കിയേ. ഈ തടത്തിൽ എന്തിട്ടാണ് മെയിനായിട്ട് ഈ പിടിച്ച് വലിക്കാൻ പോവല്ല അപ്പളത്തേക്ക് അതിന്റെ വല്ലതൊക്കെ എടുക്കണ്ടെങ്കിലേ. അതെ, ഇത് മറ്റേ നമ്മുടെ തങ്ക ആന്റി കൊണ്ടുവന്നിട്ടുള്ള മറ്റേ കാണിച്ചു കൊടുത്തിട്ട് പറിച്ചു കളയാൻ പോണോ? അല്ല, ഇത് ഇവിടെ കാട് പിടിച്ച് പോകണില്ലേ നോക്കിയാ. ഇത് ഇങ്ങനെ പടന്ന് പോവാണ്. ഇതിനിപ്പോ സ്ഥലം ആവശ്യമില്ല. അതിന്റെ ഇല കൂട്ടാൻ വെക്കാൻ പറ്റുന്നു. അല്ല, ഇത് ഞാൻ കൃഷിഭവനിൽ അവർക്ക് കൊടുത്ത് കുറച്ച് അവര് വന്നപ്പോ നമ്മുടെ കൃഷി സ്ഥലം നോക്കാൻ വന്നില്ലേ, അപ്പൊ അവർക്ക് കൊടുത്തു. അപ്പൊ അല്ല, അവരത് കൊണ്ടുപോയി കൊറേ. അല്ലാണ്ട് വേറെ അവര് കൊണ്ടുപോകണ ഇത് ഇപ്പൊ 2-3 തണ്ട് വേറെ സ്ഥലത്ത് എവിടെയും കുഴിച്ചിട്ട് ഇത് മുഴുവൻ വലിച്ചു കളഞ്ഞ് വൃത്തിയാക്കിട്ട് ഇവിടെ. അല്ല, ഇതെന്തിനാണിത്? അയ്യോ, വില പാമ്പും കിടന്നു കഴിഞ്ഞാൽ ഞാൻ അറിയില്ല. എന്നിട്ട് തന്നെ അതിന്റെ ഉള്ളിൽ കൊണ്ടേ കൈയിട്. അപ്പൊ നമുക്ക് ഈ ഇല പൊട്ടിച്ച് കൂട്ടാൻ വെച്ചൂടെ? തോരൻ വെച്ചൂടെ? തോരൻ വെക്കാൻ നിനക്ക് ഇനി വെച്ച് തരുന്നത് ഇത് വെച്ച് എടുത്തോ, ഇഷ്ടം പോലെ എടുത്തോ. നിനക്ക് തോരൻ വേണോ? അപ്പോൾ നമ്മളിത് വെടുപ്പാക്കലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പാതകം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മളിത് നോക്കിയാൽ മുഴുത്തുള്ളി. അത് തെങ്ങിൻ്റെ വഴിയിലാണ് ഇത് കിടക്കുന്നത്. പിന്നെ നമ്മൾ 2 തടം കണ്ട ഉള്ളി തടം ഇന്നലെ കൊത്തി കളച്ച് നല്ല കനത്തിൽ നല്ല കനത്തിൽ മണ്ണിട്ടിട്ട് 2 തടം നനച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഉള്ളീൻ്റെ നടന്നില്ലേ, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ഉള്ളി നട്ടാനേ. ഇതൊന്ന് കാലത്ത് വാങ്ങിച്ചു കൊടുക്കുന്ന ഉള്ളിയാണ്. ഇതിന് ഉള്ളി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും മുഴുത്ത ഉള്ളിയിൽ വേണം കണ്ടോ, നല്ല വലിപ്പമുള്ള ഉള്ളിയിൽ. അപ്പോൾ നമുക്കത് വെടുപ്പാക്കണതിന് മുമ്പ് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കണം. ഉള്ളി കൃഷിയായിട്ട് കാണിക്കുന്നത് വെറും 72 ദിവസം കൊണ്ട് നമ്മുടെ വീട്ടിൽ അങ്ങനെ ഉള്ളി കൃഷി ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുക. ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മുടെ അത് വെടുപ്പാക്കൽ കഴിയും. അപ്പോഴേക്കും ഉള്ളി കുതിരും. ഉള്ളി കുതിരുന്നല്ല, ഒരു നനവ് കിട്ടും. എന്തൊരു സാരി നോക്കിയിരിക്കണ. ഞാനതല്ല, ആ സാധനം മുഴുവൻ വലിച്ചു കളയാൻ പോവാന്ന് പറഞ്ഞിട്ടപ്പോ എനിക്ക് വിഷമായി. എന്തിനു വിഷമിക്കരുത്? ഇത് ഇങ്ങനെ കാട് പിടിച്ച് കിടന്നിട്ട് എന്താ കാര്യം? പുറത്ത് ചാടൂട്ടാ, സൂക്ഷിച്ചോ. വല്ലത് പുറത്ത് ചാടുന്നു പെട്ടെന്ന്. നേരെ പോയി കൈയിടല്ലേ കേട്ടാ. ആദ്യം വല്ല വലിയ വടി കൊണ്ടെങ്ങാനും അതിനൊന്ന് തട്ട്. ആ സാധനം എടുത്തോ അവിടുന്ന്. വലിക്കുന്ന സാധനം അവിടെ ഉണ്ട്. നിന്റെ കയ്യിൽ എന്തിട്ടാ കുറേ നേരം പിടിച്ചിട്ട്? അതിന് അത് നമുക്കൊരു ആമസോൺ ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിട്ടാണാവുന്നത്. അപ്പോൾ വന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ എ ഗിഫ്റ്റ് ഫ്രം എ സബ്സ്ക്രൈബർ ഇൻ USA എന്ന് പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റാണെന്ന് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞേക്കണത്. ഷേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്ലേഡ് കൊണ്ട് ദയവ് ചെയ്ത് വെജിറ്റബിൾസ് മുറിക്കരുത്. നമ്മൾ ചീര കഴിഞ്ഞ ആഴ്ച മുറിച്ചിട്ടുണ്ടായിരുന്നു ബ്ലേഡ് കൊണ്ട്. അപ്പോൾ അതിന് ഇത് ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വന്നതാ. അപ്പോൾ നീ മുറിച്ചോ? എന്നിട്ട് ചീര മുറിക്കാൻ അല്ല, ചീരീൻ്റെ മുറിക്കാതെ ആ മറ്റേ ചതുരപ്പയറല്ലേ. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. നോക്കിയാൽ നമ്മുടെ പടവലങ്ങ പൊങ്ങി തുടങ്ങിയിട്ടാ. പടവലങ്ങ തയ്യാണ് നമ്മൾ കൊണ്ടുവന്നത്. വിത്ത് കൊണ്ടുവന്ന് കുഴിച്ചിട്ടേ ചൂവായില്ല. ഇതാടാ, ഇത് പൊങ്ങി തുടങ്ങി. അപ്പം ഞാൻ ഉഷാറായി. പക്ഷേ കയ്പക്കായ അവൻ പറയണേ, ഞാൻ നിങ്ങൾ തന്നെ കണ്ണിട്ടു. അതായത് ഇനി കയ്പക്കായ അല്ലഞ്ചേട്ടൻ്റെ അവിടെയും ചെറുേട്ടൻ്റെ അവിടെ ഒന്നും ഉണ്ടാവണില്ല. അപ്പം എൻ്റെ കുഴപ്പമില്ല. അല്ല, എന്തോ മഴ. അയ്യോ, ഇതെടുത്തിട്ട് വരണ്ടേ? എന്നിട്ട് വേണ്ട, നീ കൈക്കോട്ട് മതി. അതെ, അപ്പൊ എന്തായാലും ഇത് കളയല്ലേ ഏട്ടാ. ഈ ഇല നുള്ളി കൂട്ടാൻ വെക്കാം. ഇല നുള്ളി കൂട്ടാൻ വെച്ചോ. തോരൻ വെച്ചോക്കാം, ഇങ്ങനെ ഉണ്ടെന്ന് നോക്കി നോക്കാം, ടേസ്റ്റ് ഉണ്ടോന്ന്. ഇത് തൊടുമ്പളിക്കും വലുതാവും ഇത് സാധനം. അല്ല, തൊടുമ്പളിക്കല്ല, വെക്കുമ്പളിക്കും വലുതാവും. ഇത്ര മതിയാ? എന്ത് കൂട്ടാൻ വെക്കാനാ?
ഇത് വാടിയൊന്നും ഉണ്ടാവില്ല. ആ ചേട്ടാ അവിടെ കിട്ടോ, ഞാൻ എല്ലാം നുള്ളിയിട്ട് എടുത്തോളാം. എന്തായാലും കളയല്ലേ. ആ അല്ല, ഇത് നമുക്കേ ഇതിന് നമ്മളിവിടെ കണ്ടമാനം ഉണ്ടായിട്ട് കാര്യമില്ല. ഇതിൽ എന്തിട്ട് ഇത് ഇയാലും കൊണ്ടിട്ട് നമുക്ക് മറ്റേ ഇവിടുത്തെ കുരീശ്വരത്തെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? പിന്നെ അത് മാത്രമല്ല, ഈ കടന്ന് വൃത്തിയാക്കി കിടക്കില്ലോ. തണുപ്പ് നല്ല വൃത്തിയിൽ തന്നെയാണല്ലോ എടുക്കണം. എന്തൊരു ഭംഗി എവിടേക്ക് നോക്കുമ്പോ തന്നെ. ആ ഭംഗി എന്ന് പറഞ്ഞപ്പോഴത്തെ കാട് പിടിച്ച് അതിലും ഭംഗി ഞാൻ ആ തടം വല്ല ഭംഗിൻ്റെ ഏതടം ഇത് അതിൽ മത്തങ്ങ നോക്കിയ പണ്ട മത്തങ്ങ മത്തങ്ങയിൽ ഉണ്ടാവണത് മത്തങ്ങ ഉണ്ടാവണേ. ആ അങ്ങനത്തെ ഓരോ കൃഷികൾ ചെയ്യാന്നാണ് പറയുന്നത്. അല്ലാന്ന് ആൺപൂ ഉണ്ടാവണില്ല. ആൺപൂ ഇപ്പതേ അവിടെ ഇവിടെ ഓരോന്ന് വിരിയുണ്ട് കേട്ടാ. അത് വിരിഞ്ഞ പരാഗണം നടത്തി കൊടുക്കായിരുന്നു. അപ്പോഴത്തേക്ക് മറ്റേ ഉണ്ടായ മത്തങ്ങയൊക്കെ കൊഴിഞ്ഞു പോകും. പക്ഷെ എനിക്കിത് വൃത്തിയാക്കണം. എന്തായാലും നീ ആ സാധനം കൊണ്ട് അതൊന്നും മുറിച്ചേ. ഞാൻ പുട്ട് കിടപ്പത്തുണ്ട്, അത് എടുത്തിട്ട് വരാം. പിടിക്കട്ടെ. ആ കാട് പിടിച്ച ഈ സ്ഥലം ഞാൻ വൃത്തിയാക്കണം കേട്ടോ. കടയ്ക്കൊന്നുമില്ല. കണ്ട കുറേ കണ്ട തൂക്കിയേ, കുറേ പേരുണ്ട്. അല്ല ഒരു ചെറിയ സാധനം ഇങ്ങനത്തെ ഇതുണ്ട്. ഒരു മധുരക്കിഴങ്ങ് പോലെ തന്നെ. ഇപ്പോഴും അവനെ ഭംഗിയിലാക്കാമല്ലോ നമുക്ക്. ഇതാണ് നമ്മുടെ ജൈവ വളത്തിൻ്റെ പാത്രം കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ കാട് പിടിച്ച പോലെ വളരും. ഒന്നും ചെയ്യണ്ട, ഒരു പരിപാലനം വേണ്ട, ഒരു ചുക്കും വേണ്ട. ഇതുപോലെയൊക്കെ പാവക്കായ ഇതൊക്കെ ഉണ്ടാവുകയാണെങ്കിലോ അതുണ്ടാവില്ല. ഇത് ദുഷ്ടനല്ല, നല്ലതാണ്. പക്ഷേ ഒരു പഴഞ്ചൊല്ലിട്ടില്ലേ, ദുഷ്ടനെ പന പോലെ വളർത്തുന്നു. സരിതി കാലത്ത് പൂട്ടാണ് നമുക്ക് ഉണ്ടാകുന്നത്. പൂട്ടും കടലി. അപ്പോൾ പൂട്ടേ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ഒരു ചെറിയ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള പണിയില്ല, സരിതിക്ക് കൃഷി സ്ഥലത്ത് കൊടുക്കാൻ പോകണം കേട്ടോ. ഇതെങ്ങനെ നോക്കിയേ, മുകളിലേക്ക് നോക്കിയേ, കണ്ട ഒന്നുമില്ല. ഇന്നസെൻ്റ് പറഞ്ഞ പോലെയാണ് മറ്റേ ഇതില്ലേ ദിലീപ് ഇന്നസെൻ്റായിട്ടുള്ള സിനിമയുടെ പേരുന്ന മിസ്റ്റർ ബട്ട്ലർ എന്ന് പറഞ്ഞ സിനിമയിൽ ഇന്നസെൻറ്റിനെ ഒരു വീട്ടിലേക്ക് എത്തി നോക്കിയിട്ട് ഇന്നസെൻറ്റിനെ പിടിച്ച് തെങ്ങുമ്മ കിട്ടും. അപ്പോൾ ഇന്നസെൻറ്റ് പറയും, ഞാൻ പറയണത് നുണയാണെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള നാളികേരം വീണിട്ട് എൻ്റെ തലയിൽ വീണ് ഞാൻ ചത്തുപോയിക്കോട്ടെ എന്ന് പറയും. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് തെങ്ങിൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ ഒരു നോട്ടുണ്ട്. നോക്കുമ്പോഴുള്ള അതിൻ്റെ മുകളിൽ ഒരു നാളികേരം പോയിട്ട് ഒരു മച്ചിങ്ങ പോലും ഇല്ല. അപ്പോൾ ഇന്നസെൻ്റ് പറഞ്ഞിട്ട് തെങ്ങുമ്പോൾ നാളികേരം എൻ്റെ കുറ്റമല്ല, യൂറിയ. അതുപോലെയാണ് ഈ തെങ്ങിൻ്റെ അവസ്ഥ. അതായത് ഈ സാധനം വെച്ചതിന് ശേഷം ഈ സാധനം ഇപ്പോൾ ഇത് നിറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു നനയോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളോ ഉണ്ടാവില്ല. ഒരു വളം ചെയ്യാനോ ഒന്നും പറ്റില്ല. എല്ലാ വളം ദിവൻ വലിച്ചെടുക്കും. അപ്പോൾ നമ്മൾ ഇവനും ആഗ്രഹം ഉണ്ടാവില്ലേ എന്തെങ്കിലുമൊക്കെ കിട്ടണമെന്ന് പറഞ്ഞിട്ട്. അല്ലടാ നോക്കിയേ, നീ ഇതിനെ നോക്കിയേ കണ്ടാ കിഴങ്ങ് കണ്ടാ ഇതിൻ്റെ കിഴങ്ങ്. ഇതാണ് ഈ മധുരക്കിഴങ്ങ്. അപ്പോൾ ഗൾഫിലുള്ളവർ പറയുന്നത് വെറുതെ അല്ലേ, ഗൾഫിലുള്ളവർ പറയേണ്ടത് ഇതൊരു മധുരക്കിഴങ്ങാണെന്ന്. ഇനി ശരിക്കും മധുരക്കിഴങ്ങിൻ്റെ പണം തന്നെയാ. പേളീനെ പൂട്ടണേ പൂട്ടിക്കോ. എൻ്റെ ഈശ്വര, ഈ പാത്രം എടുത്ത് വരുമ്പോഴത്തേക്കും വെടുപ്പാക്കൽ കഴിഞ്ഞിട്ടൊന്നുമില്ല. അതേ വലിച്ചു കൊടുത്തൂലേ. അല്ല, നിനക്കിത് ഇതിൽ നിന്നുള്ള കിഴങ്ങ് കാണിച്ചു തരണ. ഈ കിഴങ്ങുണ്ടാവുന്ന മനസ്സിലായി നോക്കിയേ. ശരിക്ക് ഇത് മണടിച്ച് നോക്കിയാൽ ശരിക്കും നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ മണം തന്നെയല്ലേ. ഇത് മധുരക്കിഴങ്ങ് തന്നെയാണല്ലോ ഒരു തരം. എന്നിട്ട് മൂക്കുമ്പേ മണപ്പിച്ചതാ ആ സാധനോ. ദേ കത്തര നിന്റെ പിന്നില് ഉൾക്കടിക്കാൻ ഞാൻ പറഞ്ഞ. അതുകൊണ്ട് നമ്മുടെ ചാതിരപ്പയറേ കുറച്ച് പൊട്ടിക്കാണ്ട്. എന്നിട്ട് ഈ മണി തക്കാളി ഒരെണ്ണം വാടിയില്ലോ, നല്ലതിൽ വന്നതായിരുന്നു. അയ്യോ എന്ത് പറ്റിയോ അറിയില്ല. ചാറിലെ പേളിയും കനീൻ്റെ ഇടയിൽ കൂടെ ഓടിയുണ്ടാവും.
ഈ മണി തക്കാളിയുടെ ഇല തോരൻ വെച്ചോട്ടെ നീ വെട്ടിയിട്ട് കത്രോണ്ട് വെട്ടിയിട്ട് തോരൻ വെച്ചോ അടിപൊളിയാണ് അത് ഒരു വെട്ട്. സാധനം നോക്കിയേ, അന്ന് ഇഞ്ചി വാങ്ങിച്ചോണം എന്നിട്ട് ഗ്രോ ബാഗിൽ നട്ട ഇഞ്ചികൾ നിൽക്കണ കണ്ടില്ലേ? ഇനി ചേട്ടൻ ഗ്രോ ബാഗിൽ മണ്ണ് നിറയ്ക്കാൻ മടിയായിട്ട് ഒക്കെ കൂടി ഇവിടെ നട്ടത് നോക്കി നിൽക്കണു. ആ അത് വർഷകാലം പൊളിയോ എന്താ വർഷകാലം പൊളിയോ ഞാൻ കാണിച്ചതാ. വർഷകാലം ആവട്ടെ, ഇപ്പഴത്തത് നോക്കണ്ട നീ ബാക്കിയുള്ളതൊക്കെ നോക്ക്. നോക്കി നമ്മുടെ ഉള്ളി പൂവിട്ടിട്ട് ഗ്രോ ബാഗിൽ തുള്ളി ഭയങ്കര വലിപ്പം അത്. ഭംഗിയല്ലേ കാണാൻ പൂവ്. അപ്പോൾ ഉദ്ഘാടനം നീ ഇന്ന് ചെയ്തോ? ഇവൾക്ക് പൊട്ടിക്കാൻ താക്കോലി ഫസ്റ്റ് മുറിക്കണോ? ആ എന്തൊരു സുഖല്ലേ ഇതുകൊണ്ട് ഇങ്ങനെ മുറിക്കാൻ. അത് അയച്ചു തന്ന തൊടുമ്പോ പോരുണ്ടെങ്കില് പൊട്ടിക്കേ ആ വലിക്കല് ചെയ്യുന്നത്. അപ്പൊ ചെടിക്ക് ക്ഷതം സംഭവിക്കില്ല, വള്ളികൾക്ക്. അല്ല മൂത്തത് കണ്ടത് മൂത്തു മൂത്തു ഇത് കാര്യല്ലേ? മൂത്ത സാധനങ്ങൾ തൊടുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ ഇങ്ങോട്ട് പോരും. ചള്ളുകൾ പൊട്ടിക്കും, ഇതേ ചള്ളുകൾ. അതേ ഈ ഇതെന്തിനാ ഈ കത്ര ഉപയോഗിക്കുന്നത് നിനക്കറിയോ? അതായത് ചെടികൾക്ക് ഒരു കുഴപ്പം പറ്റാണ്ടിരിക്കാതെ വള്ളികൾക്ക് അല്ലെങ്കിൽ ഇതിന് വലിക്കരുത്. തൊട്ടിട്ടുള്ളൂ കണ്ട ഞാൻ തൊട്ടിട്ടുള്ള വലിക്കണ പോലും ഇല്ല. ഇതേ ഇവിടെയൊക്കെ ഉണ്ട് ഇത് കണ്ടു. ചേട്ടന് മുറിക്കണ ഒരെണ്ണം എനിക്ക് മുറിക്കണം നോക്കട്ടെ. നല്ല സുഖം മുറിക്കാൻ സുഖമാണ് കേട്ടോ, നല്ല എന്തായാലും അത് ഇനി മുറിച്ചോ. ആ ഞാനവിടെ എടുപ്പാട്ടെ. പൂട്ടിന്ന് തോന്നുന്നു. ആ പേളീനെ പൂട്ടി. പേളി കള്ള സ്വഭാവം പഠിച്ചു. അവളെ പോയിട്ട് പൂട്ടാൻ കിട്ടില്ല, അവള് മുങ്ങും ആ സമയത്ത്. രാവിലെ വരെ നമ്മുടെ വീട്ടിലുണ്ടാവൂട്ടാ. പൂട്ടേണ്ട സമയമായി കഴിഞ്ഞാൽ ഒറ്റ മുങ്ങല അവള്. ഇല്ല അല്ലേ, കഴിഞ്ഞു അല്ലേ? ഈ അമരേമ പൂവ് മാത്രമുള്ളൂ അല്ലേ, അമരക്കായ ഉണ്ടാവണില്ലല്ലോ. അതിന് ഞാൻ വലിച്ചു തൂരെ കളയുന്നുണ്ട്. ഒരു 2 ആഴ്ച കൂടി ഞാൻ ക്ഷമിക്കും. അത് കഴിഞ്ഞിട്ട് ഉണ്ടായില്ല. ഞാൻ നിറയെ പൂവുണ്ടാവുണ്ട്. ഇപ്പൊ ഉണ്ടാവണം, കാരണം രാത്രിയൊക്കെ നല്ല മഞ്ഞുള്ളതാ അല്ലേ? എന്തിനാവോ? പക്ഷെ പൂക്കളൊന്നും കായ്കളായി മാറുന്നില്ല. നിതിൻ ഇവിടെ പയർ പൊട്ടിക്കും. സരിത ആ പയർ പൊട്ടിച്ചു കൈയോടെ വലിക്കും. അടുത്തതായി നമുക്ക് പയർ പൊട്ടിക്കാം. പയർ തൊണ്ട് പൊട്ടിക്കാം അല്ലേ? പയർ അതുകൊണ്ട് ഏറ്റവും ഗ്രാൻ പൊട്ടിക്കാൻ. ഇത് എവിടെ നിന്ന് കിട്ടിയ പയറ വിത്താ ചേട്ടാ? അത് പാട്ടരാക്കില്. പക്ഷെ അവിടെ നിന്ന് നീളം കുറവുള്ളതല്ല കിട്ടാറ്. ഇതെന്തിനാവാ മിക്സിങ് ആയിരുന്നോണ്ട് എന്തിട്ടാവാ എനിക്കറിയില്ല. ഇപ്പം എത്ര ലക്ഷം പൂട്ട് വെച്ചു? അത് കഴിഞ്ഞില്ലേ? സരിതിക്ക് ഇങ്ങോട്ട് ഓടാ ഒന്നുമില്ല. പുട്ട് അടുപ്പത്തിരിക്കുന്നുണ്ട്. അപ്പൊ അത് ഞാൻ ഓരോന്നെടുത്ത് വെച്ചപ്പോ കഴിഞ്ഞു. തീ എടുത്തിട്ടു. എന്തുട്ട് പണി ഉള്ളി നടല്ലേ? അടുക്കളത്തോട്ടത്തിൽ വീട്ടമ്മമാർക്കുള്ള പങ്ക്, ഇതിനെ കുറിച്ചുള്ള വിഷയമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളി ഒരു അരമണിക്കൂറോളം ഇത് കഴുകിയല്ല ഇത് വെള്ളത്തിലിട്ട് വെച്ച്. അപ്പോൾ ഒന്ന് ഈ വെള്ളത്തിൽ പോയി കേട്ടാ. ഈ വെള്ളം ഇതിരിക്കാൻ ഒഴിച്ച് കളയണമെന്ന് യാതൊരു നിർബന്ധമില്ല. നല്ല മുഴുത്ത ഉള്ളിയിലാണ് നടണ വിധം സരിതിക്ക് പറഞ്ഞു കൊടുക്കണം. കിടന്നേ അല്ല ഇതിപ്പോൾ ഒന്നും ചെയ്യലേ. നോക്കിയാ അതെ ഇങ്ങനെ ഒരു ഉള്ളി എടുക്കുക. അല്ല ഒരു ഉള്ളി എടുക്കുക. ഇതേ നോക്കിയാ ഇങ്ങനെ വെച്ച് പോയാൽ മതി. കണ്ട കറക്റ്റ് ഒരു ഇത്രയ്ക്ക് ആയാലും വെച്ച് പോക്കോ. 4 എണ്ണം. ഞാൻ അടുത്തത് നോക്കി, അടുത്തത് ഇവിടെ. ഇത് സുഖമല്ല ആടാൻ. നോക്കിയേ വല്ല ബുദ്ധിമുട്ടുണ്ടോ മോനെ? ആ മോൾ വശല്ലേ മോനെ, അത് മുകളിലേക്ക് വരുന്നത് മാത്രം, വേര് അടിയിലേക്ക് നോട്ടോക്കിയേ എടുത്തേ. മണ്ണായാലും കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് നഖം വെട്ടാം. നട് ഓരോ നട് കഴുത്ത് വിട്ട് താത്തി കുഴിച്ചിട്ട്. ഞാനിത് വെറുതെ തമാശ പറഞ്ഞു. നീ വല്ല എടുത്തിണ്ടാ? അതെടുക്ക് അതിനെടുക്ക്. എന്നെ കൊണ്ട് പണിയെടുത്ത് ഇതിൽ വരണത് അതിൽ വെറുതെ കുത്തിയാൽ മതി.
അങ്ങനെ ഇനി അടുത്തത് ഇതിൻ്റെ ഇവിടെ ആദ്യത്തെ 2 വരി കേട്ടോ, നിങ്ങൾ നോക്കിക്കോ. ആദ്യത്തെ 2 വരിയാണ് ചേട്ടൻ നട്ടത്. ഒക്കെ ഉണ്ടാവും. ചേട്ടൻ നനയ്ക്കുമ്പോ പാർഷ്യാലിറ്റി കാണിക്കരുത് കേട്ടോ. നീ നനച്ച് വന്നിട്ട് ചേട്ടന് ഒരു സൂക്കേടുണ്ട്. ഞാൻ വല്ലതും നട്ട് കഴിഞ്ഞാൽ അതിനെ മാത്രം നനയ്ക്കില്ല. എന്നിട്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ ചെയ്യല് നിർത്തിയ. കറക്റ്റ് അകലം പാലിച്ച് പോയി കേട്ടോ, നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതിന് നേരെ തന്നെ ശരിക്കും. ഓക്കെ, അങ്ങനെ ഫുള്ള് ഇത്തിരി താത്തിക്ക് അതൊന്നും ഒരു ഉറപ്പ് വേണ്ട അതിന്. അല്ല മഴയില്ല, വെള്ളം പെയ്യുമ്പോഴേ വെള്ളം പെയ്യുമ്പോഴല്ല, മഴ പെയ്യുമ്പോഴല്ല, എന്താ പറയാ, നനയ്ക്കുമ്പോ ചേട്ടൻ കുത്തി നനയ്ക്കും. അപ്പൊ അത് തെറിച്ചു പോകുന്നു അല്ലേ. അമർത്തി വെച്ചോളൂ കേട്ടാ, അമർത്തി വെച്ചോ. അങ്ങനെ നീക്കി വെച്ച് അപ്പോൾ സാരിതിക്ക് അത് ആവട്ടെ, ഞാൻ അവിടെ ചെയ്യട്ടെ. ഈ തടത്തിൽ നടണം കേട്ടാ. ഇത് ഇത്ര സിമ്പിൾ ആയിരുന്നു ദൈവമേ. നമ്മൾ ചവിട്ടുന്ന സ്ഥലം ഉറക്കി വിട്ടാ, അപ്പോൾ അവിടെ കുഴിക്കാൻ പറ്റില്ല. ഇതിന് നീക്കി ചവിട്ടാണ്ട് ചെയ്യുകയാണെങ്കിൽ നല്ല സുഖമായിരിക്കും. ഇങ്ങനെയാണ് ചെറിയ ചെറിയ പണികൾ. അത് നമുക്കൊരു പെണ്ണുങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത പണികൾ ചെയ്യിപ്പിക്കാൻ കുഴപ്പമില്ല, വളരെ എളുപ്പമാണിത്. അപ്പോൾ അവർക്കാണെങ്കിൽ സന്തോഷമായി. ഞാൻ നട്ടുന്ന ഉള്ളിന്നേ ഞാൻ നട്ട ഉള്ളീന്ന് ഉള്ളീൻ്റെ അയിലോ എന്നുള്ള ഒരു സന്തോഷം കിട്ടില്ലോ. അപ്പോൾ അടുക്കള തോട്ടത്തിൽ വീട്ടമ്മമാർക്കുള്ള പങ്ക് നമ്മൾ കണ്ടെത്തിയല്ലോ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച. വൈകുന്നേരം നേരത്തെ പണ്ട് ആകാശവാണിയിലൊക്കെ 7:35 വയലും വീടെന്ന് പറഞ്ഞ പരിപാടി ഉണ്ടാവില്ലേ സരിതേ? അതിലിങ്ങനത്തെ പരിപാടിയിൽ കാണാം, അല്ല ഇങ്ങനത്തെ സംഭാഷണങ്ങൾ കേൾക്കാം. വയലും വീടും അതിൽ പാട്ടുണ്ടായിരുന്നു. വയലും വീടും തുടങ്ങണം. ഫസ്റ്റത്തെ പാട്ട് എന്തിനാന്നറിയില്ല സരിതിക്ക്? ഇവൾ മണലി അവൾ കുറുമാലി, ഇവൾ ചേട്ടത്തി അവൾ അനുജത്തി, കുന്നത്തു തറവാട്ടിൽ ഒന്നായി പിറന്നവർ, ഒന്നിച്ചു വളർന്നൊരു കളിത്തോഴികൾ, വെള്ളിക്കുളങ്ങര നാട്ടിലും വീട്ടിലും തുള്ളിക്കളിച്ചൊരു തേൻമൊഴികൾ. അതെ, ഇവിടെ പീച്ചിരാമിൻ്റെ അവിടെയുള്ള മണലിപ്പുഴ. അതുകൊണ്ട് പീച്ചിരാമിനെ ഉണ്ടാക്കിയത് മണലിപ്പുഴ തന്നെ ക്രോസ് ചെയ്തിട്ടല്ലേ. പിന്നെ അവിടെ നിന്ന് വരും നോക്കിയേ കുറുമാലിപ്പുഴ. നോക്കിയേ, ഈ 2 പുഴകളും ഇങ്ങനെയായിട്ട് സംഗമിക്കും കുന്നത്ത് തറവാട്ടിൽ നിന്ന്. കൃഷിയിലെ വയലും വീടും പരിപാടി തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഉണ്ടാവുന്ന പാട്ട് ഇതാണ്. ഞാനൊക്കെ കേൾക്കുമ്പോ വേറൊരു പാട്ടാണല്ലോ. നീ പിന്നില്ലേ കുറെ കൊല്ലം കഴിഞ്ഞിട്ട് ജനിക്കരുത്. ഞാൻ മുന്നത്തെ കാര്യം പറഞ്ഞ. അപ്പൊ കുന്നത്തെ തറവാട്ടില് കുന്ന് മല, ആ തറവാട്ടിലാണ് ഇവർ രണ്ടുപേരും ജനിച്ചതെന്ന്. ഉത്ഭവിക്കുന്നത്. എന്നിട്ട് ഇവരിങ്ങനെയാണ്ട് വന്നു നോക്കിയേ, ഇങ്ങോട്ട് ഒരുമിക്കും. ചേടുത്തി അനിത്തിയാന്ന് പറയവരാ, മനസ്സിലായ? എന്നിട്ട് ഇവരിങ്ങനെയാണ്ട് ഒരുമിച്ച് ഇങ്ങനെയായിട്ട് ഇവിടെ ചെന്നിട്ട് മറ്റേ ഒരു നാളാരോടും ഉരിയാടാതെ തറവാട് വിട്ടവർ ഓടിപ്പോന്നു. ഒരു നാളാരോടും ഉരിയാടാതെ തറവാട് വിട്ടവർ ഓടിപ്പോന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ വരികളൊന്നും ഓർമ്മയില്ല. 1982 കേട്ടുള്ള പാട്ടുകൾ അതൊന്നുകൊണ്ടത്. അങ്ങനെ ഇവർ വെയിലും മഴയും മഞ്ഞും ഒക്കെ കൊണ്ട് ഇവർ പോയി ചേർന്നു. അങ്ങനെ ചേരാണ്. അല്ല, അപ്പം അങ്ങനത്തെ ഈ വയലും വീടും പരിപാടികളിൽ ഇങ്ങനെ ഓരോ കൃഷിക്കാരെ കുറിച്ചും അവരെ അനുഭവങ്ങളെക്കുറിച്ചും എല്ലാം അനുഭവങ്ങളും ഒക്കെ ഉണ്ടാവുന്നു. അപ്പോൾ അതുപോലെ ഉള്ളി നട്ടതിൽ സരിതിക്കുള്ള എന്താ പറയുക അനുഭവ കുറിപ്പുകൾ നമുക്കിന്ന് കേൾക്കാം ഉള്ളി കൃഷിയിൽ. അപ്പോൾ അത് കഴിഞ്ഞു കടാ. ഈ തടം നോക്കിയ സരിത എന്തൊരു ഭംഗിയായി നോക്കിയേ കടാ. നീ നോക്ക്, പറിച്ചെടുത്ത ആളെ പിടിക്കുക ചേട്ടൻ മാറ്റാൻ പോണേ. അത് കഴിഞ്ഞു. ഇവർക്കുള്ള പണി ഞാൻ തരണ്ട്. ഇപ്പം നമ്മൾ ഈ ഇതാണ് നടനില്ല, ഇത് ഞാൻ ഇന്നാളൊരു വീഡിയോയിൽ പറഞ്ഞു കണ്ട. ഇതിൻ്റെ തണ്ട് കണ്ട, ഇങ്ങനത്തെ തണ്ട് എടുത്തു. ഇനി നമ്മൾ ചാക്ക് എടുക്കാൻ പോണേ. ചാക്ക് നടാൻ കുഴപ്പമില്ല. അപ്പോൾ ചില സ്ഥലത്ത് മണ്ണിനൊരിളക്കൂല്ല, അത് ചവിട്ട് കിട്ടിയിട്ടാ. അതിനുള്ള വഴിയുണ്ട്. അതിനാണ് നമ്മുടെ കയ്യിൽ വേറെ സാധനം ഉള്ളത്. ഇവിടെ ഒന്നും മണ്ണിന് യാതൊരു ഇളക്കൂല. ഈ സാധനം കണ്ട നോക്കിയേ, ഇത് കണ്ട കാമ്പ്രിയുടെ വാല് പോലെ അവിടെ നിന്ന് കാമ്പ്രി വരുമ്പോൾ നോക്കിയേ. ഇതുകൊണ്ട് വെറുതെ ഇതേ ഇങ്ങനെ നാക്കാം, മനസ്സിലായി? അതാണ് അതിനാണ് ഇത് ഇവിടെ വയ്ക്കുക. അത്രേ വേണ്ടോ? അതിന് നടാനാണ് നമ്മൾ ചാക്ക് ഉപയോഗിക്കുന്നത് സരിത.
പൊട്ട ചാക്കിളിക്ക് അല്ല പാമ്പ് വന്നിരിക്കും ഇതാ ഒരു പൊട്ട ചാക്ക് എടുക്കും. ഇത് ഞാൻ അതിന് വേണ്ടിയിട്ട് നടാൻ വേണ്ടിയിട്ടുണ്ടത് എപ്പോഴാ ചേട്ടൻ ഈ തടം ഇന്നലെ ശരിയാക്കി വെച്ചതല്ലേ? ആ ഈ ചാക്കിൽ നമ്മൾ മണ്ണ് നിറയ്ക്കും. മറ്റേ പറക്കും തള്ളി പോലത്തെ ബസ് പോലെ അത് അങ്ങനെ നടണേ. പക്ഷേ ഇതിനൊക്കെ എടുത്തിടാ ചെയ്യുക. കെടുത്തി അപ്പോൾ നമ്മൾ ചാക്ക് അവിടേക്ക് എടുത്ത് വെച്ചു. ഇനി നമുക്ക് കമ്പോസ്റ്റ് എടുക്കണം. അതേ അതിന് കണ്ടമാനം ഞാൻ വിളവുണ്ടാക്കും കേട്ടോ. മധുരക്കിഴങ്ങ് കിലോ ഒറ്റ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോ കണക്കിന് വരും. ഇനിയിപ്പോൾ കമ്പോസ്റ്റ് എടുക്കാൻ പോകണം കേട്ടോ. നമ്മൾ കമ്പോസ്റ്റ് അതായത് ആ ചാക്കിലേക്ക് നമ്മുടെ കമ്പോസ്റ്റ് കുഴിയിൽ നിന്ന് കമ്പോസ്റ്റ് എടുക്കണം. ചപ്പുചവറും എല്ലാ വേസ്റ്റായിട്ടുള്ള കമ്പോസ്റ്റ് എടുക്കണം കേട്ടോ. ഇതാണ് നമ്മൾ ചാക്കിൽ നിറയ്ക്കാൻ പോണത്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ വളം മധുരക്കിഴങ്ങിന് വേണ്ട. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ വലത് കൈയാണ്. ഈ ചാക്കൊന്ന് പിടിച്ച് തരുതാ. ഒരു തടത്തിലേക്കുള്ള ഉള്ളിന് 4 ഉള്ളിയുള്ള ബാക്കി മറ്റേലേക്ക്. ഇനി ഉള്ളി നമുക്ക് വേറെ നനച്ചിട്ട് പോകാം. അപ്പോൾ സരിതര ഉള്ളി കൃഷി ക്ലിക്കായിരിക്കുന്നു. നമ്മൾ ഉള്ളി വെറും നട്ടിട്ടുള്ള അപ്പോൾ ക്ലിക്കായി. അല്ല നടാൻ പഠിച്ചല്ലോ മതി. അല്ല ഞാൻ പറഞ്ഞുതരാം, നീ പേടിക്കാൻ. മണ്ണുമായിട്ട് ആദ്യം മിക്സ് ചെയ്തിട്ട് അതല്ലേ ഇടേണ്ടത്. ഇതിപ്പോൾ വളമല്ലേ ഇത് മുഴുവൻ ഇട്ടേക്കണത്. അല്ല അതിന് ഞാൻ മറിച്ചിടും, കാണിച്ചു തരാം. നീ എന്തോരം വലിയ ഇരട്ടിപ്പണിയാ കാണിക്കണേ നോക്കിയേ. ഇത് ഇവിടെ ഇട്ടിട്ട് മണ്ണായിട്ട് മിക്സ് ചെയ്തിട്ട് ആ മണ്ണിൽ നിറച്ചാ പോരാ ചേട്ടാ. ഇതിപ്പോ ഒരു ഭാഗത്ത് വളം കൂടില്ലേ? അങ്ങനെ മതിയാ? ആ നീ പറഞ്ഞ അഭിപ്രായം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഇതേ എന്തുട്ടാ വളമല്ല നമ്മുടെ ഉണ്ട്. അപ്പോൾ അതങ്ങോട്ട് ചെരിഞ്ഞു. ഒരു ചാക്കേ അല്ല ഞാൻ പറഞ്ഞത് എന്തിനാ ഉള്ളി കൃഷിയില്ലേ? ഉള്ളി കൃഷി ക്ലിക്കായി. ആ വിളവെടുക്കുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ ക്ലിക്കായോ ഇല്ലയോ. നാടോടിക്കാറ്റ് പറഞ്ഞ സിനിമയിലേ പറയില്ലേ, നാടോടിക്കാറ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ ഇവർ രണ്ടുപേരും ദുബായിലേക്ക് എത്തില്ലേ, ദുബായിലേക്ക് കൊണ്ട് പോകില്ലേ ആര്, മാമുക്കോയ. അപ്പോൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കില്ലേ അസ്സലാമലൈക്കും വാലൈക്കും മതി പഠിച്ചു മനസ്സിലായ. അതവർ ഈ ഗൾഫ് നാടുകളിലേക്ക് പോയിട്ട് അവിടെ കിടന്ന് കളിക്കേണ്ട കാര്യങ്ങളാണ് മുന്നിൽ പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ നീ ഉള്ളി നടാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഉള്ളി കൃഷി മുഴുവൻ പഠിച്ചു മതി, മനസ്സിലായ. അതാണ് ഞാൻ പറഞ്ഞത്. അറിഞ്ഞു പിടി. അങ്ങനെ നമ്മളിതിൽ ചാക്കിലേക്ക് പിന്നെ നിറയ്ക്കാൻ പോകണം കേട്ടോ. താത്തി പിടിക്കും. വീട്ടമ്മമാർ എങ്ങനെ കൃഷിയിൽ പിന്നെ പണിയെടുക്കുമ്പോൾ കിടക്കില്ലേ, സ്വാഭാവികം. നമ്മുടെ MT വാസ നായർ പോയി. നിനക്ക് MTയുടെ കഥാപാത്രങ്ങളില്ലേ, ഇതിലേറ്റവും മനസ്സിനെ മതിച്ച കഥാപാത്രം ആരാ? ചന്തു, പിന്നെ ഭീമൻ, അങ്ങനെ കുറേ പേരില്ലേ, അതിലാരാ? ഇരുട്ടിൻ്റെ ആത്മാവിലത്തെ ഭ്രാന്തൻ വേലായുധ, അങ്ങനെ കുറേ പേരില്ലേ. ഗോവിന്ദൻകുട്ടി, മറ്റേ നമ്മുടെ അസുരത്തിലത്തെ, അങ്ങനെ കുറേ പേരില്ലേ. ഏതാ? ഭീമന, ചന്തുവ? നിറഞ്ഞു കേട്ടോ. അല്ല അത്ര മതി. ഇനി എൻ്റെ തലയും കൂടെ മൂടി കിട്ടും ഞാൻ. എനിക്കാരെന്നറിയോ? ഭീമനല്ല, എല്ലാവരും തോറ്റവരാണ്. ഭീമനും ചന്തും ഗോവിന്ദൻകുട്ടിയൊക്കെ തോറ്റവരാണ്. എനിക്ക് അസുരവിത്തലത്തെ ഗോവിന്ദൻകുട്ടി ആ നോവൽ വായിച്ചിട്ടേ പിന്നെ കുറേ നാൾ ആ നോവലത്തെ ഗോവിന്ദൻകുട്ടിയായിരുന്നു മനസ്സിൽ തലയിൽ. ഭയങ്കര ക്യാരക്ടറാ. അത് MTയുടെ ഒരുവിധം ക്യാരക്ടേഴ്സൊക്കെ അങ്ങനെയാണ്, നമ്മളുടെ മനസ്സിൽ നിന്ന് പെട്ടെന്നൊന്നും പോവില്ല. അല്ല അത് ഭയങ്കര ക്യാരക്ടറാ. അതിൽ പറയുന്നുണ്ട് ഗോവിന്ദൻകുട്ടിക്ക്
മനുഷ്യരെ വേണ്ട, പക്ഷേ ശവങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടേ ഇയാളെ എല്ലാവരും വെറുക്കപ്പെട്ട ഒരാളായി മാറി. പക്ഷെ ലാസ്റ്റ് ആ നാട്ടിൽ കോളറ പോലത്തെ ഒരു ഇത് വരെയാണ്. അയ്യോ ഇത് നീളം കുറവല്ല. കുറച്ചുകൂടി മണ്ണ് വേണം ചേട്ടാ. മണ്ണധികം വേണ്ട, മണ്ണിന് ഇട്ട് കൊടുക്കാം. അല്ല ഇതെനിക്ക് പൊക്കി കൊണ്ടുപോകാൻ പറ്റണ്ടേ തേങ്ങ? എവിടേക്കാ കൊണ്ടുപോകാൻ പോണേ? എവിടേക്കാലും ഒതുക്കി വെക്കണമെങ്കിൽ ഇത് ലോഡ് വേണ്ട, എനിക്ക് കയ്യിന് വേനിക്കാന്ന് എനിക്ക് അറിഞ്ഞൂടെ. അല്ലാന്ന് എവിടേക്കാ കൊണ്ടേക്കാൻ പോണേന്ന്? ഇവിടെ ഈ മണ്ടകളിലാണ് പിടിക്കാം. പിടിക്കാം. ഇനി ഇതിന് പൊളിക്കും ഞാൻ, വയർ കയറും. ഇതിപ്പോൾ എന്താണെന്നറിയാം, എൻ്റെ ഓപ്പറേഷൻ പരിപാടിയാണിത്. അല്ലാണ്ട് ഇപ്പം എന്ത് കെട്ടി കുത്തി കുത്തി നട്ടു കൊടുക്കല്ലേ? കുത്തി കുത്തുന്ന പരിപാടി ഇല്ല. അയ്യോ അതാണ് നല്ലത് ചേട്ടാ. അല്ല ഞാൻ പറഞ്ഞുതരാം, കാണിച്ചു തരാം. നീ നിനക്ക് ഈ തല പിടിക്കാൻ പറ്റുമോ? പിടിച്ചാൽ ഇത് ഇവിടെ വയ്ക്കാം. ഇടുവാ, ഇതൊരു പരീക്ഷണ ആണ് കേട്ടാ. ഇതിവിടെ വയ്ക്കും, ഇങ്ങനെ വയ്ക്കുന്നു. ചാർലി ഒന്നുമില്ല. ഡോഗ് ചെളിയിൽ മുങ്ങി കിട്ടാണല്ലോ വന്നേക്കണേ. കോരങ്ങനെ എവിടെ പോയി കിടക്കുന്നത്? നീ എവിടെയാന്നു എവിടേക്ക് പോയേ? ഏത് ചെളിയിലാണ് മുങ്ങി? നോക്കിയേ എൻ്റെ മേല് മുഴുവൻ. കുളിപ്പിക്കാം രണ്ടെണ്ണത്തിന്. കുളിച്ചാലേ നമുക്ക് സുന്ദരാ. സരിത, നമ്മൾ ഈ 3 തല എടുത്തു കേട്ടാ. 1 2 3 തല. ഇത് വെറുതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥലത്താണ് ഈ പരിപാടി ചെയ്യുന്നത് കേട്ടോ. അതായത് ഒന്നും ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയില്ല സരിത. ഇനി ഇത് പിടിച്ചാ ഇതിനൊരു ഓപ്പറേഷൻ നടത്തുന്നു, വയറ് കയറുന്നു കേട്ടാ. എന്താ കയ്യേ എന്ന് പറയുന്നത്? എന്തൊരു കഞ്ഞിങ്കലം, ഒരു കഞ്ഞിങ്കലം ഇല്ലേ? ഇതേ കാണിച്ചു തരാം ഞാൻ. നമ്മൾ വേണ്ട ഇതിൽ ഇത്രയും ഇളകി കിടക്കുന്ന മണ്ണാണ് കേട്ടത്. മണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പോസ്റ്റും ഇതൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഇത്രയും ബെസ്റ്റ് സാധനമാണ്. അല്ല ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ഒരു ഐഡിയകൾ വരുന്നത്. ഇതായത് നട്ടു. ഇനി സൈഡിലൊക്കെ കുത്തി കൊടുക്കും. ഇനി സൈഡിലും കീഴിലൊന്നുമില്ല, ഒന്നുമില്ല. ഇതുള്ളോ? ഇത് നഷ്ടല്ലേ? അതിലേക്ക് സ്ഥലം വേണ്ട. ഇതിപ്പോൾ കൊലകൊലയിട്ടുണ്ടെങ്കിൽ തിക്കാവും. 3 നടാനാ ഈ പണിയൊക്കെ എടുത്തത്? അത് മതി. നിറച്ച് വേണ്ട നമുക്ക്? നിറച്ച് വേണ്ട, കുറച്ച് മതി. അല്ല ഉള്ളത് അങ്ങനത്തെ കുറേ ചാക്കുകൾ ഉണ്ടാക്കുകയാണ് നമ്മുടെ കിണാശ്ശേരിയിലെ സ്വപ്നം. നീ നനച്ചു കൊടുക്കാം. മനുഷ്യന്മാർ ചെയ്യണമെന്ന് ചെയ്തിരിക്കുക. നീയേ ഞാൻ വയ്യാണ്, എനിക്ക് വയസ്സിട്ട് വയ്യ. നീ ആ പൂട്ടും അതാണോ ഇതെടുത്ത് കൊണ്ടുവന്നേ മനുഷ്യൻ. നീ നനച്ചു കൊടുക്കാം, കഴിഞ്ഞു കേട്ടാ. എടുത്തുകൊണ്ട് പോവാ. വിശന്നിട്ടാണല്ലേ കൊണ്ടുപോവാ. കൊണ്ടുപോവാ. അല്ല ഇതിങ്ങനെ തന്നെയാണ്. എന്തൊരു നിരാശ. നീ 2 ആഴ്ച കഴിഞ്ഞ് നീ നോക്കിയുള്ളതിൽ ഉണ്ടാവണത്. അപ്പോൾ പൂട്ടും കടലെടുത്ത് കൊണ്ടുപോവാ. വിശക്കുന്നു. ചേട്ടാ ഭക്ഷണം റെഡി. ഞാൻ കുറേ നേരം നിന്നെ നോക്കിയിരിക്കുന്നു. ഞാൻ പപ്പടം കാച്ചാൻ നിന്നതാ. ചേട്ടന് പുട്ടിന് പപ്പടം വേണമല്ലോ. അപ്പൊ ഇനി ആലോചിച്ചേ കയ്യൊക്കെ. എൻ്റെ അമ്മ പിന്നെ കോഴിമുട്ട പുഴിയുന്നുണ്ട് എൻ്റെ. ഒന്നും അറിയാത്ത പോലെ മതി, അഭിനയിക്കണ്ട. മുട്ട പുഴുങ്ങാൻ വെച്ച കൂട്ട് കടല കോഴിമുട്ട ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ആരോഗ്യം കൂടില്ലേ? ഇല്ല ചേട്ടൻ ഇങ്ങനെ കിടന്നുറങ്ങും. ഇത് കഴിച്ചു കഴിഞ്ഞ് നേരെ പോയിട്ട്. ചായ ഒന്നും ഉണ്ടാക്കിയില്ല ഞാൻ. ചായ വേണ്ട. പ്രേമ കാളിന്തി പുളിനങ്ങളിൽ എന്നും ഒരു നമ്മളെ കോഴിമുട്ട കടമ്പാൽ പൂച്ചൊരിയും. എന്നിട്ടാണ് എനിക്കവിടെ ഉണ്ട്. ദേവാ